നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. പങ്കാളിക്കൊപ്പം ചേർന്ന് ദത്തെടുക്കാനിരുന്ന കുഞ്ഞിനെ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി കൊലപ്പെടുത്തിയ കേസിൽ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കുറ്റക്കാരനാണെന്ന് കോടതി. 13 മാസം മാത്രം പ്രായമുള്ള പ്രസ്റ്റൺ ഡേവിയെ ലൈംഗിക ചൂഷണത്തിനിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 37-കാരൻ ജാമി വാർലിയെ കാത്തിരിക്കുന്നത് ജീവപര്യന്തം ശിക്ഷയാണ്. കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ ഒപ്പം നിന്ന പങ്കാളി 32-കാരൻ ജോൺ മക്ഗോവൻ ഫസാകർലിയും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഫിനാൻസ് കമ്പനിയിൽ സെയിൽസ് മാനേജറായിരുന്ന ഇയാൾ കുഞ്ഞിന്റെ മരണത്തിന് ഇടയാക്കുന്ന കാരണങ്ങൾ അനുവദിച്ചതിനും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തതിനുമാണ് ശിക്ഷ നേരിടുക. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഭീതിജനകമായ കേസെന്നാണ് പ്രോസിക്യൂട്ടർമാർ കേസിനെക്കുറിച്ച് പറയുന്നത്. ബ്ലാക്ക് പൂളിലെ വലിയ വീട്ടിൽ ബഹുമാന്യരായ ആളുകളെന്ന് നടിച്ച് ജീവിച്ചിരുന്ന വാർലിയും മക്ഗോവനും യഥാർത്ഥത്തിൽ കുട്ടിപ്പീഡകരായിരുന്നുവെന്നത് പ്രദേശവാസികളെയും ഞെട്ടിച്ചു. കുഞ്ഞിനെ ദത്തെടുത്ത കാമുകന്മാർ സന്തോഷകരമായ ഒരു വീട് നൽകുന്നതിന് പകരം 4 മാസം നീണ്ട അതിക്രമത്തിനാണ് നേതൃത്വം നൽകിയതെന്ന് പ്രോസിക്യൂട്ടർമാർ വ്യക്തമാക്കി. വാർലിയുടെ ലൈംഗിക അരാജകത്വങ്ങൾ നടപ്പിലാക്കാനുള്ള ഉപകരണമായാണ് കുഞ്ഞിനെ ഉപയോഗിച്ചത്. കുഞ്ഞിനെ രക്ഷിക്കാനുള്ള അവസരങ്ങൾ നഷ്ടമാക്കിയ സോഷ്യൽ വർക്കർമാർക്കെതിരെയാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത്.